ഫുൾ സ്റ്റാക്ക് വെബ് ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ടൂളാണ് ബോൾട്ട്. AI യൂസ് ചെയ്തിട്ട് Node.js ടെക്നോളജിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് വെബ്സൈറ്റാണിത്. ഒരു 4 പേജസ് ഉള്ള ഒരു എൻറ്റയർ വെബ്സൈറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് പോലും എടുത്തില്ല ഇതുപോലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ലോഗോ കൊടുത്തിട്ടുണ്ട്, മെനൂസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു ബാനർ ഇമേജ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ബട്ടണും അതുപോലെ ഫീച്ചേർഡ് ലിസ്റ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങും കൊടുത്തിട്ട് ഒരു ഇമേജും ടൈറ്റിലും പ്രൈസ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ സർവീസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫൂട്ടറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. bolt.new എന്ന URL-ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ പറ്റും. അവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റ്ഹബ് അക്കൗണ്ട് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇമെയിൽ ID യൂസ് ചെയ്തോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും അതിൻ്റെ ഡാഷ്ബോർഡ് ഉണ്ടാവുക. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു സൈഡ് ബാർ ഓപ്പൺ ആവും. ഇനി നമുക്ക് എന്താണോ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് നമുക്കിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ക്രിയേറ്റ് റിയൽ എസ്റ്റേറ്റ് listing website with home, listings, about us and contact us page. അപ്പോൾ ഞാൻ ക്രിയേറ്റ് റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റ് യൂസിങ് ഏത് ടെക്നോളജിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ Next.js ആണ് കൊടുക്കുന്നത്. യൂസിങ് Next.js വിത്ത് ഹോം, അബൌട്ട് അസ്, കോണ്ടാക്ട് അസ് പേജ്. ഇനി നമുക്കിവിടെ വേണ്ടത് ആഡ് ഹീറോ സെക്ഷൻ. അപ്പോൾ ഹോം പേജിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാണ്. ആഡ് എ ഹീറോ സെക്ഷൻ വിത്ത് ക്യാച്ചി ഇമേജ് ആൻഡ് ഹെഡിങ്സ്. ആഡ് എ ഫീച്ചേർഡ് ലിസ്റ്റിങ്സ് വിത്ത് ലിസ്റ്റിംഗ്സ് സെക്ഷൻ. പിന്നെ നമുക്ക് വേണ്ടത് ആഡ് എ സർവീസസ് സെക്ഷൻ വിത്ത് ദ സർവീസസ്. നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസസ് മെൻഷൻ ചെയ്യാം, ബൈ, സെൽ ആൻഡ് റെൻറ്റ്. പിന്നെ നമുക്കിനി ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ ഇത്ര നമുക്ക് ഹോം പേജിൽ കൊടുക്കാം. ഇനി ലിസ്റ്റിംഗ്സ് പേജിൽ ഇൻ ദ ലിസ്റ്റിംഗ്സ് പേജ് ഷോ അപ് ടു 10 പ്രോപ്പർട്ടി ലിസ്റ്റിങ്സ്. ഓക്കെ. പിന്നെ അബൌട്ടസും കോണ്ടാക്ടസും ഒക്കെ അവർ അതിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്തോളും. ഇനി നമുക്ക് ദ ലിസ്റ്റിങ്സ് ഷുഡ് ഹാവ് dummy images, name, description and price. Add features like number of beds, etc. Number of beds, then square feet, etc. in the listings using relevant icons. Link all the pages. In the listing detail page, you need to show individual property listing details. ഓക്കെ, ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് വേണ്ട എന്തെങ്കിലും കളേഴ്സ്, നമ്മുടെ വെബ്സൈറ്റിന് ഫോളോ ചെയ്യേണ്ട കളേഴ്സ്, ഫോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഗൈഡ് ലൈൻസ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കളേഴ്സും ഫോൺസും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ഒക്കെ. അപ്പോൾ അതും കൂടിയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനൊരു മോഡേൺ മിനിമൽ ഡിസൈൻ വേണം. പിന്നെ കളേഴ്സ് കുറച്ച് അതിൻ്റെ ഹെക്സ് കോഡ് ഉൾപ്പെടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോണ്ടുകൾ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാം. ഒരു ലിങ്കിൻ്റെ ഒരു ഐക്കൺ കാണാം. നമുക്ക് എന്തെങ്കിലും ഫയൽസോ ഇമേജസോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് എൻഹാൻസ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്ത പ്രോംപ്റ്റിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്ത് റൈറ്റ് ചെയ്ത് തരും. എന്നിട്ടായിരിക്കും അവർ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് എൻഹാൻസ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എൻഹാൻസ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്തത് ഒന്നും കൂടി വളരെ നീറ്റായിട്ട് അത് റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് Next.js യൂസിനും എന്തൊക്കെ പേജസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ പേജിലും വേണ്ട സെക്ഷൻസിനെ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ലിസ്റ്റിംഗ്സ് പേജിനെ കുറിച്ചും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെസ്പോൺസീവ് ഡിസൈൻ ആയിരിക്കണം എന്നും കൂടി അവർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഒരു എഡിറ്റർ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫോൾഡർ സ്ട്രക്ചറും ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എഡിറ്റർ ഓപ്പണായി, ബേസിക് ഫോൾഡർ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ അവർ തന്നെ എന്ത് ചെയ്യാണ്, ഓരോ പേജസിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബോൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കേജസ് ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ പാക്കേജസ് ആണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതൊക്കെ ബോൾട്ട് തന്നെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ടെർമിനലും
ടെർമിനലും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ നമ്മൾ പറഞ്ഞ ഫങ്ഷനാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജസും ഒക്കെ അത് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കാണാനും പറ്റും. ആദ്യം ഇനീഷ്യൽ ഫയൽസിനെ ക്രിയേറ്റ് ചെയ്തു, പാക്കേജ്.jsനെ അപ്ഡേറ്റ് ചെയ്തു, npm ഇൻസ്റ്റാൾ റൺ ചെയ്തു, പിന്നെ ടെയിൽവിൻഡിൻ്റെ ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് അത് ഓരോരോ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കോഡ് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത് നമുക്കിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം. ഒരു എഡിറ്ററിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ ഹെഡർ കമ്പോണൻറ്റ്, ഫൂട്ടർ കമ്പോണൻറ്റ്, ഹീറോ കമ്പോണൻറ്റ്, ഫീച്ചേർഡ് ലിസ്റ്റിങ്സ്, സർവീസസ് കമ്പോണൻറ്റ്. ഇപ്പോൾ ലിസ്റ്റിംഗ് ഗ്രിഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാ പേജസും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കോഡിനുള്ള ഒരു ടാബും പ്രിവ്യൂ ചെയ്യാനായിട്ടുള്ള ടാബും ഉണ്ട്. പ്രിവ്യൂ വേർഷനിൽ നമ്മൾക്ക് ഔട്ട്പുട്ട് നമുക്ക് പ്രിവ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വെബ്സൈറ്റ്. നമ്മളൊരു 10 മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ ഇതുപോലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ലോഗോ കൊടുത്തിട്ടുണ്ട്, മെനൂസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു ബാനർ ഇമേജ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ബട്ടണും അതുപോലെ ഫീച്ചേർഡ് ലിസ്റ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങും കൊടുത്തിട്ട് ഒരു ഇമേജും ടൈറ്റിലും പ്രൈസ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ സർവീസസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫൂട്ടറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിസ്റ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ലിസ്റ്റിങ്സ് പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ അതും പ്രോപ്പർട്ടി ലിസ്റ്റിങ്സ് എന്ന് പറയുന്നൊരു പേജിൽ ലിസ്റ്റിങ്സ് വെച്ചിട്ട് അതും ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അബൌട്ട് പേജ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു അബൌട്ട് അസ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കോൺടാക്ട് പേജ് ക്ലിക്ക് ചെയ്ത് നോക്കാം. കോൺടാക്ട് പേജ് ക്ലിക്ക് ചെയ്തപ്പം എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ തന്നെ പറയുന്നുണ്ട് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഡിറ്റക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ പേജിലേക്ക് പോയപ്പം കമ്പൈൽ ചെയ്തില്ല, അത് ഫെയിൽ ടു കമ്പൈൽ ആയതുകൊണ്ട്. അപ്പോൾ ആ പേജിലേക്ക് പോയപ്പം കമ്പൈലേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ബോൾട്ട് തന്നെ നമുക്ക് പ്രോബ്ലംസ് ഡിറ്റക്റ്റ് ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എറേഴ്സ് എന്ന് നമുക്ക് കാണാം. ഒന്നെങ്കിൽ നമുക്ക് എറേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് കോഡിൽ ഫിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫിക്സ് പ്രോബ്ലംസ് പറഞ്ഞിട്ട് ബോൾട്ട് തന്നെ അത് നമുക്ക് ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ നമുക്കിപ്പം കോഡ് ലെവലിൽ ചെയ്യുന്നത് നമുക്ക് നോക്കണ്ട, ബോൾട്ടിനെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ബോൾട്ട് അത് ഫിക്സ് ചെയ്യുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഫിക്സ് പ്രോബ്ലംസ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കോൺടാക്ട് ഫോമിൻ്റെ കമ്പോണൻറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺടാക്ട് ഫോം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് ഫോമും കറക്റ്റായിട്ട് വർക്കായി. അപ്പോൾ നമ്മളിവിടെ ഒരു 4 പേജ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു വിത്ത് ഓൾ ദ കണ്ടൻറ്റ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോൺടാക്ടസിൻ്റെ ഒക്കെ എന്തെങ്കിലും കണ്ടൻറ്റ്സ് ചേഞ്ച് ചെയ്ത് നോക്കണമെങ്കിൽ, ഇനി നമുക്ക് ഫൂട്ടറിലോ കോൺടാക്ടസ് പേജിലോ ഒക്കെ നമ്മുടെ കണ്ടൻറ്റുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ കോഡ് എഡിറ്ററിൽ വന്നിട്ട് നമുക്ക് ആ കറസ്പോണ്ടിങ്, ഇപ്പോൾ ഫൂട്ടറിലല്ലേ നമുക്ക് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യേണ്ടേ. അപ്പോൾ ഫൂട്ടറിലേക്ക് വരാം. അപ്പോൾ ഫൂട്ടർ ചൂസ് ചെയ്യുക. ഫൂട്ടർ ചൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എന്താണോ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ എഡിറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഫോണിന് പകരം ഞാൻ തൃശ്ശൂരിന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇമെയിൽ ഐ ഡി ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്ത് കണ്ടൻറ്റ് ആണെങ്കിലും നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ തന്നെ നമുക്കിനി എഡിറ്ററിൽ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്നിട്ട് കമ്പൈൽ ആയിക്കോളും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഓറഞ്ച് കളർ വിച്ച് മീൻസ് ഇറ്റ്സ് നോട്ട് സേവ്ഡ്. അപ്പോൾ നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പൈൽ ചെയ്യും. ഇനി നമ്മൾ പ്രിവ്യൂ വേർഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചേഞ്ചസ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. ഇതുപോലെ എന്ത് കണ്ടൻറ്റുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫുൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബോൾട്ടിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻറ്റയർ ആപ്ലിക്കേഷനും അത് ബിൽഡ് ചെയ്ത് തരും. അതുപോലെ നമുക്കൊരു എഡിറ്റർ ഉണ്ട്. ആ എഡിറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് എഡിറ്റ്സ് വരുത്താനുള്ളത് അതെല്ലാം എഡിറ്റ്സ് നമുക്ക് ചെയ്ത് വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിവ്യൂ ചെയ്യാനും പറ്റും. അതുപോലെ എല്ലാ ഡിപ്പെൻഡൻസീസും ടെർമിനലിൽ നമുക്ക് റൺ ചെയ്യാനുള്ള കമാൻഡ്സും ഒക്കെ ബോൾട്ട് തന്നെയാണ് ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. ഇനി ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ലോക്കലിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇനി നമുക്കത് ഡിപ്ലോയ് ചെയ്യണം. ആ ഡിപ്ലോയ്മെൻറ്റും കൂടി ബോൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിപ്ലോയ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ഈ ഡിപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിഫൈയിലേക്കാണ് ബോൾട്ട് ഇതിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ ഡിപ്ലോയ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഡിപ്ലോയ് ദിസ് ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്.
ഇപ്പോൾ നെറ്റ്ലിഫൈ ആയിട്ടാണ് ബോൾട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. നെറ്റ്ലിഫൈ യൂസ് ചെയ്തിട്ടാണ് ബോൾട്ട് ഇത് ഡിപ്ലോയ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു URL കിട്ടും നമുക്കത് വ്യൂ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റ് ഡിപ്ലോയും കൂടി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റ്ലിഫൈയിലാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ URL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഓൺ ലൈവ്. ഈ URL നിങ്ങൾ ആർക്ക് അയച്ചു കൊടുത്താലും അവർക്ക് നിങ്ങൾ ചെയ്ത വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഹോം പേജ്, ലിസ്റ്റിങ്സ് പേജുണ്ട്, എല്ലാം ഡിപ്ലോയ്മെൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്തു. ഈ URL യൂസ് ചെയ്താൽ ആർക്കും അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ URL നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ, നെറ്റ്ലിഫൈയിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ 1 വീക്ക് ആ URL അതിലുണ്ടാവും. 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരതിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഈ URL ക്ലെയിം ചെയ്യണമെങ്കിൽ അതങ്ങനെ നെറ്റ്ലിഫൈ യൂസ് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് അത് ക്ലെയിം ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ AI യൂസ് ചെയ്തിട്ട് Next.js ടെക്നോളജിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് വെബ്സൈറ്റാണിത്. ഒരു 4 പേജസ് ഉള്ള ഒരു എൻറ്റയർ വെബ്സൈറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനിയും നമ്മൾക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ, വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽ പേജിൽ പോകുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷനാലിറ്റിയാണ്. ഇനി നമുക്കിതൊരു ക്ലയൻറ്റിന് കൊടുക്കേണ്ട ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ലോഗോ ചേഞ്ച് ചെയ്യണം, അതുപോലെ പല ടെക്സ്റ്റുകൾ ചേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാക്കിൻ്റെ കോഡ് അറിഞ്ഞിരിക്കണം. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് ഇതുപോലെ കൊണ്ട് ക്ലയൻറ്റിന് കാണിക്കാൻ പറ്റില്ല. ക്ലയൻറ്റ് ലോഗോ ഉണ്ടാവും. അപ്പോൾ ആ ലോഗോ എനിക്കിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ലോഗോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഹെഡർ കമ്പോണൻ്റ് ആണെന്നുള്ളത് എനിക്ക് അറിയണം. അതുപോലെ ആ ഹെഡർ കമ്പോണൻ്റ് എവിടെ ആയിരിക്കും എന്ന് മനസ്സിലാവണം. അതുപോലെ ഹെഡറിൻ്റെ എവിടെയാണ് ആ ഒരു ലോഗോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, അത് ഇങ്ങനെ കൊടുത്താൽ മതിയോ അതോ വേറെ രീതിയിൽ കൊടുക്കണോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. അതിന് നമുക്ക് കോഡിങ്ങിൻ്റെ കാര്യങ്ങൾ അറിയണം. ചേഞ്ചസ് ചെയ്യാനായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി കോഡിങ്ങിൻ്റെ കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ഞാനിവിടെ കോൺടാക്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഫൂട്ടറിലാണുള്ളത്, ഫൂട്ടർ കമ്പോണൻറ്റിലാണുള്ളത്, ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എവിടെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോഡിങ് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഈ AI യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് വളരെയധികം കൂട്ടാൻ പറ്റും. ഇതുപോലെയുള്ളൊരു പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് വെബ്സൈറ്റ് ഞാൻ നേരത്തെ ഇപ്പോൾ 1 or 2 വീക്സ് എടുത്താണ് ഞാൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വളരെ കുറച്ച് മതിയാവും ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് കോഡിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആ ഒരു ഫുൾ വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന വേ ഡെഫിനറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂട്ടുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കോഡിങ് പഠിക്കേണ്ട എന്നുള്ളതല്ല. കോഡിങ് ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. AIക്കൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാലും, ഞാനിപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ, ഇപ്പോൾ നമുക്കിവിടെ ലോഗോ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി കോഡിങ് അറിഞ്ഞിരിക്കണം. പക്ഷേ കോഡിങ്ങിൻ്റെ ബേസിക് കുറേ കാര്യങ്ങളും ഫോൾഡർ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടിയും ജനറേറ്റീവ് AIയുടെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AIയുടെയും ജനറേറ്റീവ് AI കുറിച്ചുള്ള കണ്ടൻസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.